നമസ്കാരം. പാകിസ്ഥാനിൽ ഷിയ സുന്നി സംഘർഷം അതിരൂക്ഷമാവുകയാണ്. ദിവസങ്ങളായി നടന്നുവരുന്ന സംഘർഷത്തിൽ ഇതുവരെ 150-ലേറെ പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാന്റെ പ്രവിശ്യയായ KPK അഥവാ ഖൈബർ പഷ്തൂൺഖ്വയാണ് സംഘർഷത്തിന്റെ പ്രമുഖ കേന്ദ്രം. ഷിയ വിഭാഗത്തിൽപ്പെട്ടവർ സഞ്ചരിച്ച വാഹനവ്യൂഹത്തിനു നേരെ സുന്നി തോക്കുധാരി നടത്തിയ വെടിവയ്പിൽ 43 പേർ കൊല്ലപ്പെട്ടതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. ഇതിനെ തുടർന്ന് ഷിയ വിഭാഗം സംഘടിക്കുകയും സുന്നി വിഭാഗത്തിനെതിരെ ആക്രമണം തുടങ്ങുകയും ചെയ്തു. സുന്നി വിഭാഗം പ്രത്യാക്രമണം ആരംഭിച്ചതോടെ സംഘർഷം വലിയ രീതിയിലേക്ക് വളരുകയായിരുന്നു. ദിവസങ്ങളായി നടന്നുവരുന്ന അതിരൂക്ഷമായ സംഘർഷത്തിൽ ഇതുവരെ 150-ലേറെ പേർ മരിക്കുകയും നൂറുകണക്കിന് ആൾക്കാരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പാകിസ്ഥാന്റെ മൊത്തത്തിലുള്ള ജനസംഖ്യ എടുത്താൽ 24 കോടിയാണ്. ഇതിൽ ഏതാണ്ട് 80 മുതൽ 85% വരെ സുന്നി മുസ്ലിങ്ങളാണ്. ഷിയ മുസ്ലിങ്ങളാകട്ടെ 12 മുതൽ 15% വരെ മാത്രമേ പാകിസ്ഥാനിൽ ശേഷിക്കുന്നുള്ളൂ. പാകിസ്ഥാനിലെ ഷിയ വിഭാഗം പ്രധാനമായും താമസിക്കുന്നത് ഖൈബർ പഷ്തൂൺഖ്വ മേഖലയിലാണ്. ഷിയ മുസ്ലിം സംഘർഷം പാകിസ്ഥാനിൽ ഒരു പുതിയ കാര്യമല്ല. പതിറ്റാണ്ടുകളായിട്ട് അത് തുടർന്നു പോരുകയാണ്. ഇത്തരം സംഘർഷങ്ങളിൽ ആയിരക്കണക്കിന് ഷിയ വിഭാഗക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ അയൽരാജ്യമായ ഇറാനാണ് പലപ്പോഴും പാകിസ്ഥാനിലെ ഷിയ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നത്. ഇറാൻ പ്രഷർ ചെലുത്തുമ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ അധികാരികൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് പോലും. കഴിഞ്ഞ മാസം ഖൈബർ പഷ്തൂൺഖ്വ മേഖലയിലെ ഖുറമിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 3 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 20ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. 2018-ലാണ് ഖൈബർ മേഖലയെ പഷ്തൂൺഖ്വ മേഖലയുമായി പാകിസ്ഥാൻ ലയിപ്പിക്കുന്നത്. അതുവരെ അർദ്ധ സ്വയംഭരണ ആദിവാസി മേഖലയായിരുന്നു. അവിടെ നടക്കുന്ന ഷിയ സുന്നി സംഘർഷത്തിൽ പൊതുവെ പാകിസ്ഥാൻ പട്ടാളമോ പോലീസോ ഒന്നും കർശനമായ നടപടികൾ സ്വീകരിക്കാറില്ല. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 79 പേർ മതപരമായ ആക്രമണത്തിൽ മാത്രം മരിച്ചതായി പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ നിലവിലെ സാഹചര്യം ഒരു മാനുഷിക പ്രതിസന്ധിയുടെ തലത്തിൽ എത്തിയിരിക്കുകയാണെന്നും കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ അധികാരികളോട് ആവശ്യപ്പെട്ടു. ഒരു കാലഘട്ടത്തിൽ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലും ഷിയ വിഭാഗക്കാരായിരുന്നു ഭൂരിപക്ഷം. എന്നാൽ ഇപ്പോൾ അവർ അവിടെ മൈനോറിറ്റിയായി മാറിയിരിക്കുകയാണ്. ഷിയ സുന്നി സംഘർഷവും പാകിസ്ഥാൻ അധികാരികൾ ഇതിൽ കർശനമായ നടപടികൾ എടുക്കാത്തതുമാണ് ഇതിന് കാരണം. ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ മാത്രം ആയിരക്കണക്കിന് ഷിയ വിഭാഗക്കാരുടെ ജീവനാണ് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ മാത്രം നഷ്ടമായത്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ കാശ്മീരിന്റെ ഭാഗമാണ്. അത് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ്.